Hey guys, welcome back to our channel. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ എനിക്ക് ഈ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളൊരു കമ്മലില്ല. ഞാനുണ്ടോ കമ്മലൊന്നും ഇടാണ്ടാണ് വന്നേക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ വലിയ ഇയറിങ്സ് ഒന്നും ഇടാറില്ല, ചെറിയ സ്റ്റഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഏത് കിടന്ന് ഈ പട്ടി കിടന്ന് കരയണേ. ലിന്നിൻ്റെ കയ്യിൽ കുറേ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഞാൻ ലിന്നിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ കമ്മലൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സിന് കളറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മെറൂൺ റെഡ് കളറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അതിനനുസരിച്ചുള്ള കമ്മൽ അവളുടെ ഉണ്ടാവണം. പോയി നോക്കാം നമുക്ക്. നമ്മൾ ലിന്നിൻ്റെ വീട്ടിൽ പോവാണ്. അവളെന്തോ മാരക പണിയിൽ എന്തൊക്കെയാണ്, അവളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് പോയിട്ട് കമ്മലെടുത്ത് ഇട്ട് ഫംഗ്ഷന് പോവാം. ഓക്കെ. അപ്പോൾ ബിഹൈൻഡിൽ ക്യാമറയുടെ പിന്നിൽ അലീനയാണ്. ഇന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ മാത്രമല്ല, അവരൊക്കെ വരും. അപ്പോൾ നമ്മൾ ലിന്നൻ്റെ വീടെത്തിരിക്കുകയാണ്. നമുക്ക് ഇനി ഇവിടെ വിളിച്ചു നോക്കാം. ബെല്ലടിച്ചോ? സൗണ്ട് വരാത്ത പോലെ. ലിന്നെ, ചുമ്മാ രസമല്ലതൊക്കെ. ഈ വീട്ടിൽ മുടി കഴിച്ചിട്ടുണ്ടോ? ഞാൻ പുറത്തുനിന്ന് നിങ്ങളുടെ ക്യാമറ നമുക്ക് പോയിട്ട് കമ്മലാണ്. ഞാൻ ഒതുക്കി, ഞാൻ എന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഒതുക്കി വെച്ചപ്പോഴാണ് വിളിച്ചത്. എന്താ ഒരു ടൈമിങ്. ഓക്കെ, അപ്പൊ നമ്മള് ലിന്നിന്റെ വീട്ടിലെത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ അവള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാൻ കാരണം ഇവിടെ കുറെ കമ്മലുകളുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇവിടെ ഒതുക്കി വെച്ചാല് മാലയും മോതിരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. മാലയൊന്നും അധികം ഇല്ല, കുറച്ചുള്ളൂ. എത്ര ഉണ്ടാവും? ഒരു 10-15 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കൊറേ റിങ്സ്, ഇയറിങ്സ്, മാലയൊക്കെ അപ്പൊ നീ കട്ടെടുക്കണതാണോ? ഇയറിങ്സ് ഒക്കെ കാശിട്ട് പണ്ടത്തെ തൊട്ടുള്ള മാലകളുണ്ട്, അതാണ്. പക്ഷെ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കും, അതാണ് ഇങ്ങനെ എടുക്കാം. ഇത് കൊറേ റിങ്സ് ആണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. കമ്മല് ഞാൻ കൊറേ എന്താ പറയാ വാങ്ങാറുണ്ട്. ഇതാണ് കമ്മലിന്റെ ബോക്സ്. ഇത് വളകളാണ്, കാണുന്നുണ്ടോ? ഇത് വളകളാണ്. ലിന്ന ആക്ച്വലി ഒരു ഡാൻസറാണ്. അപ്പം അവൾക്ക് ഓരോ ഡാൻസിനൊക്കെ വേണ്ടി അവൾ ഈ പറഞ്ഞ പോലെ വളയും മാലയും അത് എന്താ പറയാ ഇതൊക്കെ വാങ്ങും. അവൾ ഡാൻസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം അല്ലേ? എൻ്റെ ഉണ്ട് ഡാൻസ്, പോയി കാണണം. ഞാൻ അവളെ പോലെ വലിയ പ്രൊഫഷണൽ ഡാൻസർ ഒന്നല്ല. അങ്ങനെയല്ല. അല്ല, ലിന്ന് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പാടും, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ് പഠിച്ചേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ രണ്ട് ഇതാണ്, രണ്ട് എതിർഭാഗമല്ല, ലൈക്ക് അന്തരംഗം. പഠിച്ചിട്ടുണ്ട് രണ്ടാളും. പഠിച്ചത് പാട്ടാന്നുള്ളൂ, ഞാൻ ഇതാണ് കമ്മൽ കളക്ഷൻ. കുറച്ചുള്ളൂ, നമുക്ക് നോക്കാം. കുറച്ചുകൂടെ നോക്കാം. ആക്ച്വലി ഞാനത് കണ്ടിട്ടില്ല. ഇവിടെ എപ്പോഴും ഇപ്പൊ അലീനൊക്കെ എന്റെ അടുത്ത് പറയും, എടി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ലീനയുടെ അടുത്ത് ചോദിച്ചാൽ അവളെ കമ്മലുണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല ഇന്നവരെ. അപ്പൊ നമുക്ക് പോയി നോക്കാം. അൺബോക്സിങ്. ഇത് വീഡിയോ എടുക്കണില്ല, ഐ മീൻ പറഞ്ഞിട്ടുണ്ടായില്ല. അത് പറയാണ്ട് തന്നെ പിന്നെ അത് ഒതുക്കിയൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതാണ് ആദ്യമായിട്ട് പറയാൻ പോണ കമ്മല്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയതാണ്. എനിക്കിഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ലെങ്ത് ഉള്ള കമ്മല്, എന്റെ മുഖം ഇങ്ങനെ വട്ടമുഖമാണല്ലോ, എനിക്ക് ഇങ്ങനത്തെ ലെങ്ത് ഉള്ള കമ്മലുകൾ ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്ക് ഇത്തിരി എന്റെ അന്നത്തെ ഒരു ഡ്രസ്സിന് ഇത് മാച്ച് ചെയ്തു. അപ്പൊ അത്യാവശ്യം നല്ല നീട്ടുള്ള കമ്മലാണ്. എനിക്കതിന്റെ ചെറിയ ഫേസ് അല്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഇപ്പൊ സ്റ്റഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വലിയ കമ്മലിടുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ആർഭാടമായിട്ട് നിൽക്കുന്നത് എനിക്ക്.
ഓൾമോസ്റ്റ് കുറെ കമ്മലൊക്കെ ഞാൻ കടകളിൽ നിന്ന് തന്നെ വാങ്ങുന്നത് കേട്ടോ. ഓൺലൈനിൽ നിന്ന് ഞാൻ അധികം വാങ്ങിയില്ല. പക്ഷെ ഓൺലൈനിൽ ഇങ്ങനത്തെ കമ്മലുകൾ കുറെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈനുകൾ വേണമെങ്കിൽ ഇതാണ് സെക്കൻഡ് വൺ. ഇത് ഞാൻ കുറെ നാള് മുന്നേ വാങ്ങിയതാണ്. കുറെ നാളായി ഇത് ഇടാണ്ട്. ഓഫ് വൈറ്റ് ക്രീം അങ്ങനെ വല്ല പ്ലെയിൻ കളറിന് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അല്ല ഇതിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അത്രയ്ക്ക് അങ്ങ് വലിയ വയസ്സാവില്ല. ഞാൻ കൂടുതലും ചുരിദാറാണ്. ഇപ്പോഴൊക്കെയാണ് ജീൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. മുന്നൊക്കെ ഞാൻ ചുരിദാറാണ് കൂടുതലും. നാടൻ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ടൈമിൽ തൊട്ടേ ഞാനിങ്ങനെ കമ്മലുകൾ ഇടുമായിരുന്നെങ്കിലും അത്രയ്ക്കും കൂടെ കമ്മലിനോട് പ്രിയ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാള് എനിക്ക് മുന്നാണ്, അതായത് 1, 2, 3, 4 വർഷം മുന്നോട്ട് കമ്മല് എനിക്ക് ഭയങ്കര ഇതിൽ കൊറേയൊക്കെ മിസ്സായിട്ടുണ്ടല്ലേ. ഇപ്പൊ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ കൂടി എവിടെന്നെങ്കിലൊക്കെ നോക്കി സെറ്റ് ചെയ്തതാണ്. ഇത് പിന്നെ ഒരു ഇതെല്ലാവർക്കും ചെയ്തിട്ടുണ്ടാവും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പീച്ച് സൽവാർ ഉണ്ട്. അപ്പം അതിന് ഞാൻ ഇത് +2 അങ്ങനെയുള്ളതാണ് കേട്ടോ. +2 അങ്ങനെയുള്ള കൊറേ നാള് മുന്നുള്ളതാണ്. അത് ഇതിന്റെ കൂടെ ചേരുമായിരിക്കും അല്ലേ? രസല്ലേ? ഇത് ഭംഗിയുണ്ടാവും. ഇത് ഭംഗിയുണ്ടാവും. ഇത് ഞാൻ പറയണെങ്കില് ഇത് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ എനിക്ക് കല്യാണത്തിന് പോണതുകൊണ്ട് എനിക്ക് ഇതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? അല്ലേ? കുറച്ചും കൂടി, കാരണം ഡ്രസ്സ് സാധയാണല്ലോ. അപ്പൊ ഇത് കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷെ ഇതും ഇത് സെയിം ടൈം നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടി മിനിമലായിട്ട് അങ്ങനെ. ഇതും പഴയത്, പക്ഷെ ഇതിന്റെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ കുറെ ഇട്ടായിരുന്നു. പിന്നെ ഇത് എടുത്ത് വെക്കാം. പക്ഷെ എന്റെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കുറെ നാൾ പഴക്കം വന്നപ്പോ അത് പോയി തുടങ്ങിയത്. പക്ഷെ നല്ലതായിരുന്നു ഇടാനൊക്കെ. തനി നമ്മുടെ എന്താ പറയാ നാടൻ ഡ്രസ്സുകൾക്കൊക്കെ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ജിമിക്ക് ഇത് നല്ലതാ. ഇത് നല്ലൊരു വയലറ്റ് ഒരു ഫ്ലവർ, നല്ല രസമുണ്ട്. നല്ല ഫ്ലവറാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് അടുത്തത്. ഇത് ഞാൻ കഴിഞ്ഞ മുന്നത്തെ ഓണത്തിന് വാങ്ങിയതാണ്. എല്ലാ ഓണത്തിനുള്ള എനിക്കിത് വളരെ സിമ്പിൾ ആകുമ്പോൾ ഇഷ്ടം. ഇതാണ് ഇത് ഒരു പെരുന്നാളിൽ വാങ്ങിയതാണ്. ഇത് അടിപൊളിയായിരുന്നു വെച്ചിട്ടുണ്ട്. നല്ല ഇത് മാത്രമാണ് എന്റെ അറിവിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇതിന് എനിക്ക് ഓർമ്മയില്ല. പേജ് കിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിലില്ല. അവിടെ കുറെ വില കുറവില്ല, നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ ഇത് കുറെ നാളെ വാങ്ങിച്ചിട്ടില്ല. കളറൊക്കെ പോയത് ഇവിടെ ഞളങ്ങി അങ്ങനെയൊക്കെ കുറെ നാളായി വാങ്ങിച്ചിട്ട്. ഇതാണ് എന്റെ അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ കമ്മലാണ്. അല്ല, ഞങ്ങൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇതെനിക്ക് ഇവര് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത്. ഇവര് എവിടെ നിന്ന് വാങ്ങിയത് എനിക്ക് അതിനോട് അടുത്തുള്ള ഞങ്ങളൊരു ഷോപ്പ്. ഞങ്ങൾ അങ്ങനെ ഇതൊന്നും ഓൺലൈനിലോ അങ്ങനെ എന്താ പറയാ പറയാൻ പറ്റുന്ന ഇത് ഇതിന്റെ അല്ല. പ്രൈസ് ഇത് 110 എന്തോ ആയിരുന്നു ഇതിന് റേറ്റ്. ഞങ്ങൾ ഇങ്ങനെ കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങാറ്. ഞങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ലാണ്ട് ഓൺലൈനിലൊക്കെ ഇങ്ങനെ അത്രയും റിസ്ക് എടുത്ത് വാങ്ങാറുള്ള. ഇനി എങ്ങാനും ഓൺലൈനിൽ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഭംഗിയില്ലെങ്കിലോ ഉപദേശം ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് അതിന് തൊട്ട് മുന്നേ വാങ്ങിയ കമ്മൽ. ഇതെനിക്ക് ചിലപ്പോ ചേരും. ഇത് ഈ ഡ്രസ്സിലും ചേരേണ്ടതാണ്. അതെ, ഇതിന്റെ കളറൊക്കെ ഓൾമോസ്റ്റ് സെയിം കളർ. ഇത് എന്തായിരിക്കും നല്ലത്.
പിന്നെ ആരെവിടെ പോയാലും എനിക്ക് വായോട് സാധനമാണ് കമ്മൽ. ലിന്നിന്റെ ഒബ്സെഷൻ എന്ന് പറയുന്നത് കമ്മലാണ്. എന്റെ ഒബ്സെഷൻ ഡ്രസ്സാണ്. അലീനക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അലീനക്ക് എന്താ പറയാ, ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്, പിന്നെ കേക്ക്, പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് നമ്മൾക്ക് ആരും നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കുറച്ച് സാധനങ്ങളല്ലേ നമുക്ക് വാങ്ങലാണ് അവളുടെ ഒബ്സെഷൻ. പിന്നെ മീൻ, പിന്നെന്താ പറയുക ആക്രി സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് നീണ്ടിരിക്കുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ്. അതെ. ഒരു കമ്മൽ ഇടുന്നുണ്ട്. ഇത് ഞങ്ങൾ ഒരിക്കലും മാച്ച് ആവില്ല എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് എന്താണ് തോന്നുന്നത്, തോന്നിയിട്ടൊന്നും കാര്യമില്ല, എവിടെ പോകും. അതെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ലേറ്റ് ആയി. അവിടെ 6 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 5:30 എന്തോ ആയിരുന്നു. അപ്പൊ ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാന്നുണ്ട്. ഇതൊരു കുറച്ചുകൂടി ഫേസിന് കുറച്ചുകൂടി ഒരു ഇടുപ്പ് തോന്നുന്നത് ഈ കമ്മലാണ്. പക്ഷെ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ചേർന്ന് പോണ പോലെ ഒരു ഇത് തോന്നണേ. പക്ഷെ കല്യാണം ആയതുകൊണ്ട് ഇതിടാം. പ്രത്യേകിച്ച് നൈറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് ഓവറാവും. എന്നാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇതാണ് കുറച്ചും കൂടി ഇടുപ്പ്. ഞാനും കൂടി അയച്ചോ കിട്ടിയിരുന്നു. അയച്ചിട്ടാ മതി, അയച്ചിട്ടാ ക്യാമറയുടെ പിന്നിലാന്ന് വെച്ച് മിണ്ടാണ്ട് നിക്ക. ഞാൻ കുറച്ചും കൂടെ വീഡിയോ എടുക്കണേല് കോൺസെൻട്രേറ്റ് ചെയ്ത് പക്ഷെ കാണില്ല, നിങ്ങള് ഫ്രെയിമിൽ നിറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അതെ, ഇതിനിടയ്ക്ക് വീഡിയോ കുറച്ച് ഇതിന്റെ തമ്പനയിൽ നമ്മൾ എന്തിടണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ആക്ച്വലി നമ്മൾ ഫുള്ള് കമ്മല് കാണിച്ചിട്ടില്ല. അതായത് ഇതിനകത്ത് ഉള്ള തന്നെ നമ്മൾ ചിലതൊക്കെ എടുത്ത് കാണിച്ചു. ഇനി എടുത്ത് കഴിഞ്ഞ കുറച്ച് വീഡിയോ പകുതി വെച്ച് കട്ട് ചെയ്യാൻ ഞങ്ങളൊരു ഫ്രണ്ട് വന്നു. അപ്പോ അതിനിടയ്ക്ക് അവള് സംസാരിച്ച് ഞങ്ങളൊരു ഫ്ലോ പോയി. അപ്പൊ ഞങ്ങൾ പകുതി വെച്ച് വീഡിയോ കട്ട് ചെയ്തു. പിന്നെ പോകാനും കാര്യം. അതെ, എനിക്ക് ഞാൻ ലേറ്റ് ആയി. അപ്പൊ ഇത് അവിടെ കുറെ കമ്മൽ കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇനി നിങ്ങള് എന്താ പറയാ കമന്റിൽ പറയാതെ എനിക്ക് ഇനിയും കൂടുതൽ കാണണം. ഇങ്ങനത്തെ വീഡിയോസ് ആണോ വേണ്ടത്, അതോ ബ്ലോഗ് മതിയോ? ഞങ്ങൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പം ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഈ പലീനയുടെ കുറെ അതെ ഇനിയിപ്പോ നിങ്ങൾക്ക് അതെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചുകൂടി കമ്മൽ കളക്ഷൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ വീണ്ടും പറ്റുകയാണെങ്കിൽ വീണ്ടും എടുത്ത് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇത് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഐ തിങ്ക് നല്ല ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.